ഹെഡ്മീൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം മുടിയാണേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടിപ്സുകളൊക്കെ കാണുന്നതിൽ 90% ആൾക്കാർക്കും ഉള്ള പ്രശ്നം മുടി തന്നെയാണ്. നമ്മുടെ ഈ ചാനലിൽ ധാരാളം ടിപ്സ് ഇതേക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഓരോന്നിട്ട് നിങ്ങളെ കൂടി കൺഫ്യൂസ് ആക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ ബ്യൂട്ടി ടിപ്സും അതുപോലെ ഈ മുടിയുടെ ടിപ്സും ഒക്കെ ഇടുന്നത് കുറച്ചത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ടിപ്സിന് വേണ്ടി കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പലർക്കും അതൊരു വിഷമത്തിന് കാരണമായി. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ പഴയതിലും സ്ട്രോങ് ആയി പുതിയ പുതിയ ടിപ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് പഴയതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന, നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ കൊണ്ടുള്ള നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ടിപ്സ് ആയിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ടിപ്പ് മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് കട്ടി കൂട്ടാനും താരൻ മാറാനും ഒക്കെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ്. വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് മറ്റൊരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ വരാം. എന്തെങ്കിലും രോഗമുണ്ടേൽ വരാം, ഹോർമോൺ വ്യത്യാസം ഉണ്ടേൽ വരാം. ഇതിന്റെയൊക്കെ വീഡിയോ വിശദമായിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നോർമലായിട്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമ്മൾ ഡെയിലി ഉള്ള എന്തെങ്കിലും ടിപ്സ് ചെയ്താൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉലുവ കൊണ്ട് ധാരാളം ഹെയർ പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുടിയുടെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉലുവ. പക്ഷേ ഈ ഉലുവ വെള്ളത്തിലിട്ട് കുതിർക്കണം, പിന്നെ അത് പേസ്റ്റാക്കി തലയിലിട്ട് കഴുകണം, അതിന്റെ ടൈം കുറവ്, പിന്നെ ഉലുവ മുടിയിൽ നിന്ന് പോകണമെങ്കിൽ ഒത്തിരി വെള്ളം വേണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പലർക്കും ഇതൊക്കെ ചെയ്യാൻ മടിയാ. അപ്പോ അങ്ങനെ മടിയുള്ളവർക്കും സമയം ലാഭിക്കണം എന്നുള്ളവർക്കും ധൈര്യമായിട്ട് ഇത് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ 1-2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് ഞാനിവിടെ 3 മണിക്കൂറോളം കുതിരാൻ ഇട്ടായിരുന്നു. അങ്ങനെ ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡയറക്റ്റ് എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലും മതി. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറു തീയിൽ വേവിക്കണം. അതായത് ഞാൻ ഈ കുതിരാൻ ഒഴിച്ച വെള്ളം കളഞ്ഞില്ല, ആ വെള്ളത്തിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാണ് ഇത് വേവിക്കാൻ വെച്ചത്. ഇത് തിളച്ച ശേഷം തീ ഏറ്റവും കുറച്ചിട്ട് ഉലുവയുടെ ഗുണം മുഴുവൻ ആ വെള്ളത്തിൽ ഇറങ്ങി വെള്ളം പകുതിയാകണം. 1/2 ഗ്ലാസ് വെള്ളമാക്കിയാലും കുഴപ്പമില്ല. ഒരിക്കലും വെള്ളം പറ്റിക്കാൻ വേണ്ടി തീ കൂട്ടിയിടരുത്. നമ്മുടെ ലക്ഷ്യം അതല്ല. കുറഞ്ഞ തീയിൽ കിടന്ന് ഇതിന്റെ സത്തെല്ലാം അതിൽ ഇറങ്ങണം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ, എന്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു. എന്നിട്ട് 10-15 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ കിടന്ന് ഇതിന്റെ എല്ലാ ഗുണങ്ങളും ഇറങ്ങിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അതിനുശേഷം ഇത് അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലിലാക്കി വെക്കാം. ഇങ്ങനെയുള്ള ബോട്ടിലിൽ ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർക്കുന്നുണ്ട്. ഇവിയോൺ 400 mg ആണ് ഞാൻ എടുത്തത്. ഞാൻ 2 ക്യാപ്സ്യൂളാണ് എടുത്തത്. പലരും ഇതിന്റെ വില എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ഇത് ഒരു സ്ട്രിപ്പ് 10 ക്യാപ്സ്യൂളാണ്. 25-30 ഇടയ്ക്കാണ് റേറ്റ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം. പുറത്ത് സൂക്ഷിച്ചാലും ഒരു 10-15 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം. ഒത്തിരിയായി ഉണ്ടാക്കണ്ട, കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് ഉണ്ടാക്കാൻ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ സൊല്യൂഷൻ നമുക്കിത് ഡെയിലി ഉപയോഗിക്കാം. എന്നും കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് ഒരു 5 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. കുറേശ്ശെ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് എണ്ണ തേക്കണം എങ്കിൽ ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഷാമ്പു ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണേൽ ഇടാം, ഇടാതിരിക്കാൻ നിങ്ങൾ സാധാ എങ്ങനെയാണോ തല കഴുകുന്നത് അതുപോലെ തന്നെ. ഇനി നിങ്ങൾക്ക് സൈനസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ മതി. കാരണം ഉലുവ തണുപ്പാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് സ്പ്രേ ചെയ്തിട്ട് ഒത്തിരി നേരം വെച്ചേക്കണ്ട. ഒരു 15 മിനിറ്റ് തലയിൽ വെച്ചിരുന്നാൽ മതി. ഒത്തിരി സ്പ്രേ ചെയ്യുകയും വേണ്ട. പക്ഷെ ഇതൊരു പാക്ക് അല്ലാതെ ഇടുന്നുണ്ട് കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തേച്ച് കണ്ടിന്യൂ ചെയ്താൽ മതിയേ.
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധി വരെ, അതായത് ഈ ഗ്രേ ഹെയർ വരുന്നത് കുറയ്ക്കാനും ഒരു പരിധി വരെ സഹായിക്കുന്നതാണ് ദിവസവും 1-2 നെല്ലിക്കയെങ്കിലും രാവിലെ ഒരെണ്ണം രാത്രി ഒരെണ്ണം അങ്ങനെയെങ്കിലും കഴിക്കുക. കറിവേപ്പില ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇത് വളരെ എഫക്റ്റീവായ ഒരു ടിപ്പാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുണ്ടാക്കി നോക്കിക്കോ. വേറെയും ധാരാളം ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെയർ കെയർ ടിപ്സ് നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരും, റെഡിയാണ്. അപ്പോഴേക്കും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. യൂട്യൂബിന്റെ പുതിയ സെറ്റിംഗ് ആണ്. അപ്പോൾ ഉടൻ അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.